ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള സ്പെഷ്യൽ പഴം നിറച്ചതിൻ്റെ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പഴം നിറച്ചതാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മടിക്കരുത്. ഈ പഴം നിറച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ തിരുവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാകുന്നതുവരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് അരിഞ്ഞതുവരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കളറിന് വേണ്ടി മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. മാവിൽ വെള്ളം കൂടിപ്പോകരുത്, അതുകൊണ്ട് തന്നെ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയായിട്ട് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ നല്ല കട്ടിയായിട്ട് ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 3 ഏത്തപ്പഴം, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയെടുത്ത് വയ്ക്കാം. ഏത്തപ്പഴത്തിന് തൊലി മാറ്റിയ ശേഷം പഴം 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഴം കട്ട് ചെയ്ത ശേഷം അതിൻ്റെ മധ്യത്തിലുള്ള നാരും കുരുവും ഒന്ന് എടുത്ത് മാറ്റണം. കത്തി വെച്ചിട്ട് ഇതുപോലെ എടുത്ത് മാറ്റിയാൽ മതി. ഈസിയായിട്ട് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. ഇതുപോലെ നന്നായിട്ട് നാരെല്ലാം എടുത്ത് മാറ്റാം. ബാക്കിയുള്ള പഴവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പഴമെല്ലാം നാരെല്ലാം മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് എടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വയ്ക്കണം. സ്പൂൺ വെച്ച് ഇതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇത് എണ്ണയിലേക്ക് ഇടുമ്പോഴോ ഒന്ന് ഇളകി പോകാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കണം. വിരൽ വെച്ച് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുക്കാം. എല്ലാ പഴവും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് എടുത്തിട്ട് നമ്മുടെ മൈദ ബാറ്റർ ഇതിലേക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ച സ്ഥലത്ത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിച്ചു കൊടുക്കണം. മൈദ മാവിൽ മുക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് ഇളകി പോകും. അതുകൊണ്ട് ഇതുപോലെ നല്ല കട്ടിയായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് ഇത് ഒലിച്ചു പോകുമെന്നില്ല. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മൈദ മിക്സിലൊന്ന് മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കണം. ഒരു സൈഡൊന്ന് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ നല്ല കാണാനും നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം നിറച്ചതാണിത്.
രണ്ട് സൈഡും ഫ്രൈ ആകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതാ ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പഴം നിറച്ചതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അതൊരു ടിഷ്യൂലേക്ക് മാറ്റാം. കണ്ടോ, കാണാനേ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ്. നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ അരിപ്പൊടി ചേർത്ത്, ബാറ്ററിൽ അരിപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം നിറച്ചതാണിത്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.